വെൽക്കം ബാക്ക് ടു എഡ്യുവാലെ 2.0. +2 ബിസിനസ് സ്റ്റഡീസിൽ ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയ 2 പാഠങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിത്ത് എക്സ്പ്ലനേഷൻ പഠിക്കാം, പറഞ്ഞു തരുന്ന നമുക്ക് എന്താണ് ഈ 2 പാഠങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ 2 പാഠങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ആ 2 പാഠങ്ങൾ നോക്കാം. അപ്പോൾ 2 ചാപ്റ്റേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാനുള്ള 2 കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ essay ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ചാപ്റ്റേഴ്സും അതേപോലെ നല്ല വെയിറ്റേജ് ഉള്ള 2 പാഠങ്ങളാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് ഡയറക്റ്റിംഗ്. എബൌട്ട് 14 ആൻഡ് എബൌ രണ്ടിലും 14 മാർക്കിൻ്റെ മുകളിൽ നമുക്ക് വെയിറ്റേജ് പോകുന്നുണ്ട് കേട്ടോ, 2 പാഠങ്ങളും കൂടി. അപ്പോൾ 30 മാർക്കിൻ്റെ ഒക്കെ എങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ 2 ചാപ്റ്റർ. ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മെയിൻ കാര്യങ്ങൾ, മെയിൻ ടോപ്പിക്സുകൾ പഠിച്ചു വെക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ഓൺ വേർഡ്സ്, നിങ്ങൾക്ക് എന്താണ് ആ ടോപ്പിക്കിൽ നിന്ന് മനസ്സിലായത് അത് എഴുതി വെച്ചാൽ മതിയല്ലോ. എല്ലാ ലൈൻ ബൈ ലൈനും ടെക്സ്റ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഹെഡിങ് വൈസ് ഉണ്ട്, അതൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ അത് നല്ലപോലെ പഠിച്ചിട്ട് എക്സ്പ്ലനേഷൻ നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ എഴുതാം. വിത്തൗട്ട് എക്സ്പ്ലനേഷൻ നമുക്ക് പറഞ്ഞ മാർക്കിൻ്റെ പകുതിയാണ് കിട്ടുള്ളൂ കേട്ടോ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചാൽ 2 അല്ലെങ്കിൽ 2.5 ഒന്നും കിട്ടില്ല, 2 മാർക്കേ കിട്ടുള്ളൂ. 8 മാർക്കിൻ്റെ ആണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ എഴുതിയാൽ 3.5-4 മാർക്കേ കിട്ടുള്ളൂ. അതുകൊണ്ട് എക്സ്പ്ലനേഷൻ മസ്റ്റാണ്. അപ്പം നിങ്ങൾ പഠിച്ചതിന് ഒരു കുറച്ച് പഠിച്ചിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് നീട്ടി വലിച്ച്, നിങ്ങളുടെ ഭാഷ നീട്ടി വലിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഫുള്ള് മാർക്ക് കിട്ടി. അപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ ഉള്ള മാർക്ക് വെറുതെ കളയുന്നത്? സോ എല്ലാവരും അതേ രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ഡയറക്റ്റ് എന്ന് പറഞ്ഞ പാഠം നോക്കി നോക്കാം. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ സ്റ്റാഫിങ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിന് എന്താണെന്ന് ആദ്യം നമ്മൾ പഠിക്കുക. 2-3 സെന്റൻസ്. ഡയറക്റ്റിംഗിലെ കംപ്ലീറ്റ് ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിങ്, കൗൺസിലിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ് പീപ്പിൾ. എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അവർക്ക് ഗൈഡൻസ് കൊടുക്കുക, കൗൺസിലിംഗ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ലീഡർഷിപ്പ് കൊടുക്കുക, ഇൻസ്ട്രക്ട് ചെയ്യുക. അവരെ നമ്മൾ ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒബ്ജക്റ്റീവ്സിലേക്ക് അവരെല്ലാവരും കൂടി ഒരുമിച്ച് നയിക്കുന്നതിനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും ഏകദേശം സെയിം തന്നെയാണ്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഠിച്ച ഈ ഒരു ഡെഫിനേഷൻ, ഇപ്പം ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? ഇനീഷ്യേറ്റ് ആക്ഷൻ, എല്ലാ ലെവൽസിലും വേണം, കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇത് നിങ്ങൾക്ക് എല്ലാ ഫംഗ്ഷൻ്റെയും ഫീച്ചേഴ്സ് ആയിട്ട് എഴുതാം. എന്തെന്നാ, ഇനീഷ്യേറ്റ് ആക്ഷൻ ആണ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, കണ്ടിന്യൂസ് പ്രോസസ്സാണ്, എല്ലാ ലെവൽസിലും ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് എന്ത് ചെയ്യാം, അതേ എല്ലാ ഫംഗ്ഷൻസിലും ഇതേ ഫീച്ചർ തന്നെ എഴുതാം. ഇമ്പോർട്ടൻസ് നമുക്ക് അത് തന്നെ എഴുതാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ് ഉണ്ട്, നമ്മൾ ഇമ്പോർട്ടൻസ് പോലെ തന്നെയാണ്. നമുക്ക് യൂണിറ്റി ഓഫ് കമാൻഡ് കിട്ടുന്നു, ദെൻ മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ആണ്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നു, ലീഡർഷിപ്പ് ചെയ്യുന്നു. ഈ ഇൻസ്ട്രക്റ്റിങ്ങും ഗൈഡിങ് തന്നെ ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും അതുപോലെ പ്രിൻസിപ്പിൾ എല്ലാം സെയിം ആണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതിയാവും. ഇവിടുന്ന് അങ്ങോട്ടാണ് എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ പാഠത്തിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് ഡെഫിനറ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ വരുന്നത്. എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് 4 എണ്ണമാണ് ഉള്ളത്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സൂപ്പർവിഷനിൽ നമ്മൾ പഠിക്കേണ്ടത് 2 ടോപ്പിക്കുള്ളൂ. സൂപ്പർവൈസറുടെ റോളും അതിൻ്റെ എന്താണ് ഡെഫിനിഷൻ എന്ന് മാത്രം പഠിച്ചാൽ മതി. മോട്ടിവേഷനിലേക്ക് പോകുമ്പോഴും നമുക്ക് അധികം പഠിക്കാതെ, ഏറ്റവും അധികം പഠിക്കാതെ കമ്മ്യൂണിക്കേഷനിലാണ് നമുക്ക് ഒരുപാട് 8 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ എന്താണ് സൂപ്പർവിഷൻ നമുക്ക് ആദ്യം നോക്കാം. ഇതിലെ ഈ 4 ടോപ്പിക്കും, സൂപ്പർവിഷനും മോട്ടിവേഷനും ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷനും എന്താണെന്ന് ചോദിച്ചാൽ 4ഉം ഡിഫറെന്റ് ആണ്. സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ ഓവർസീയിങ് ദ സബോർഡിനേറ്റ് അറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മൾ പോയി ചെക്ക് ചെയ്യില്ല, അതാണ് സൂപ്പർവിഷൻ. ഓവർസീയിങ് ദ സബോർഡിനേറ്റ് അറ്റ് വർക്ക്, അങ്ങനെ തന്നെ പഠിക്കാം. എന്നിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ഫോഴ്സ് കൺട്രോൾ ചെയ്യുക. നമ്മൾ ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയാണോ നോക്കുക. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ എക്സ്പ്ലനേഷൻ കിട്ടും. സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ ഇൻസ്ട്രക്ട് ചെയ്യാണ്, ഗൈഡ് ചെയ്യാണ്, കൺട്രോൾ ചെയ്യാണ്, ആരെ? വർക്ക് ഫോഴ്സിനെയാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ സൂപ്പർവിഷൻ എന്ന് പറയാം. അതിന് ഇമ്പോർട്ടൻസ് വരുമ്പോൾ എന്താണ്, സൂപ്പർവൈസർ ഒരു ഗൈഡായിട്ട് നിൽക്കണം, ഒരു ഫ്രണ്ടായി നിൽക്കണം, വർക്കേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഇടയിലുള്ള ഒരു ലിങ്കാണ്, ജോബ് ട്രെയിനിങ് മെത്തേഡ്സുകളെല്ലാം നല്ല രീതിയിൽ കൊടുക്കണം, ഗുഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം സൂപ്പർവൈസർക്ക്, വർക്ക് പെർഫോമൻസ് അനലൈസ് ചെയ്യാനായിട്ട് പറ്റണം, അതുപോലെ തന്നെ ഹാർമണി കൺട്രോൾ ചെയ്ത് വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം. ഇതൊക്കെയാണ് സൂപ്പർവൈസറുടെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ
സൂപ്പർവിഷന്റെ ഇമ്പോർട്ടൻസും സൂപ്പർവൈസറുടെ റോളും സെയിം ആണ്. ഇതാണ് നമുക്ക് സൂപ്പർവിഷന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരേ ഒരു ടോപ്പിക്. അപ്പോൾ ഒന്നാമത്തെ എലമെന്റ്സ് അവിടെ കഴിഞ്ഞു കേട്ടോ. ദെൻ നമ്മൾ മോട്ടിവേഷനിലേക്ക് വരാം. മോട്ടിവേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് മാസ്ലോസ് നീഡ് ഹയറാർക്കി. വെരി ഇമ്പോർട്ടൻ്റ് ആണ് മാസ്ലോയുടെ ഹയറാർക്കിയും ഇൻസെൻറ്റീവ്സും. അപ്പോൾ ഈ മോട്ടിവേഷനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. സൂപ്പർവിഷനും ലീഡർഷിപ്പും നിങ്ങൾ കുറച്ച് ഈ 2 ടോപ്പിക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ. ഇനി മോട്ടിവേഷൻ എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വർക്ക് ഫോഴ്സിലാണോ? സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. മോട്ടിവേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മെന്റലി ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇവിടെ എന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ഇൻ ടു ആക്ഷൻ. അതായത് നിങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ കൊണ്ടുവരാം, ഉള്ളിൽ നിന്ന് കൊണ്ടുവരാം നിങ്ങളുടെ ഡിസയർ ഗോൾസിന് വേണ്ടി. ഇതൊരു ഇന്റേണൽ ഫീലിംഗ് ആണ്, ഗോൾ ഓറിയന്റഡ് ആണ്. പോസിറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവ് ഉണ്ടാവാം അല്ലെ. നമുക്ക് ഒരാൾ നമ്മൾ ഉപദേശിച്ച് തരുമ്പോൾ നമ്മൾ പോസിറ്റീവ് സെൻസിൽ എടുക്കും, നെഗറ്റീവായിട്ട് ഉപദേശിക്കുന്നവരും ഉണ്ട്. ദെൻ പിന്നെ ഇതൊരു ഡിഫിക്കൽട്ട് ആൻഡ് കോംപ്ലക്സ് പ്രോസസ്സാണ്. സൂപ്പർവിഷനേക്കാൾ നല്ല കോംപ്ലക്സ് ആണ്. പിന്നെ ഇമ്പോർട്ടൻസ് എന്താണ്? സെയിം തന്നെയാണ്. ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു, വർക്ക് ലെവൽ ഇംപ്രൂവ് ചെയ്യുന്നു, എഫിഷ്യൻസി കിട്ടുന്നു. ദെൻ ഇതിൽ ഒരു പോയിന്റ് കൂടി നമുക്ക് ഇൻക്രീസ് ചെയ്യാം. പേഴ്സണലി നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ. ദെൻ പിന്നീട് നമ്മൾ പറയുന്നത് ഒരാൾക്ക് മോട്ടിവേഷൻ ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങൾ അവിടെ വേണം. അത് ഒന്ന് തിയറി ലെവലിൽ പറയുന്നത് എബ്രഹാം മാസ്ലോ ആണ്. എബ്രഹാം മാസ്ലോയുടെ നീഡ് ഓഫ് ഹയറാർക്കി. അയാൾ 5 തരം നീഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തി മോട്ടിവേറ്റ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. 5 തരം നീഡുകൾ ഏതൊക്കെയാണ്? അതൊരു പിരമിഡ് പോലെ നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് നീഡ് താഴ്ന്ന് മേലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഫസ്റ്റ് ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, സോഷ്യൽ നീഡ്, എസ്റ്റീം നീഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ബേസിക് നീഡ്സുകളാണ്. അതായത് നമുക്കൊരു ആൾ സന്തോഷമാണെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാവണം, അതുപോലെ തന്നെ ക്ലോത്ത് ഉണ്ടാവണം, നമുക്ക് ഷെൽട്ടർ, അതായത് വീട് വേണം, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റണം, ഉറങ്ങാൻ സാധിക്കണം. അങ്ങനെയുള്ള കംപ്ലീറ്റ് ബേസിക് നീഡുകളെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുമ്പോൾ. അതിന് നമ്മൾ ഓർഗനൈസേഷൻ ലെവലിലേക്ക് വരുമ്പോൾ എന്താണ്? നമുക്കൊരു ജോലി വേണം അല്ലേ, അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അതുപോലെ തന്നെ ബേസിക് സാലറി വേണം. ദെൻ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡിൽ പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ കിട്ടണം അല്ലേ. അത് നമ്മൾ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ ജോബ് സെക്യൂരിറ്റി ആണ് അവിടെ പറയുന്നത്. സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, പെൻഷൻസ്, പ്രീമിയം, ഇതൊക്കെയാണ് സെക്യൂർ ആവാം. ദെൻ സോഷ്യൽ നീഡിലേക്ക് വരുമ്പോൾ നമുക്ക് ലവ് ആൻഡ് അഫെക്ഷൻ, സോഷ്യൽ വാല്യൂസ്, ഫ്രണ്ട്ഷിപ്പ് എല്ലാം വേണം ഒരു മനുഷ്യനെ സംബന്ധിച്ച്. അത് ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ എന്താണ്? ഇൻഡിവിജ്വൽസിന് സാറ്റിസ്ഫൈ ആവണം അല്ലേ. നമ്മുടെ ഓർഗനൈസേഷൻ എല്ലാവരുമായിട്ട് നല്ലൊരു അറ്റാച്ച് ഉണ്ടാവണം. അതൊക്കെയാണ് നമ്മുടെ സോഷ്യൽ നീഡുകൾ വരാം. എസ്റ്റീം നീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളോടുള്ള സെൽഫ് റെസ്പെക്റ്റ് ആണ്. അത് നമ്മൾക്ക് ഓർഗനൈസേഷൻ ലെവലിലേക്ക് എങ്ങനെ അത് അറ്റാച്ച് ചെയ്യാം? നമുക്ക് നമ്മളെ ഓട്ടോണമി ഉണ്ടായിരിക്കും, നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണം, നമുക്ക് അറ്റൻഷൻ കിട്ടണം നമുക്കൊരു വർക്ക് ചെയ്യുമ്പോൾ. അതൊക്കെയാണ് എസ്റ്റീം നീഡ്. ഈ 4 നീഡുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ കിട്ടും. ഇത് ഹയസ്റ്റ് ലെവൽ ഓഫ് ഹയറാർക്കി ആണ്. ഇവിടെ മാക്സിമം പൊട്ടൻഷ്യൽ കിട്ടുന്നത്, അതായത് ഫുൾഫിൽമെന്റ്, നമ്മളെ സെൽഫിൽ നമ്മളെല്ലാം ഫുൾഫിൽ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ആക്ച്വലൈസേഷൻ നീഡ്. ഇതുണ്ടെങ്കിൽ മാത്രമേ, ഇത് 5 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോട്ടിവേറ്റ് ആവുള്ളൂ. ഇതാണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി. എബ്രഹാം മാസ്ലോ ആണ്. അത് നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഉള്ളതാണ് നമുക്ക് 8 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇത് നിങ്ങളൊരു ഫ്ലോ ചാർട്ട് പോലെ വേണം വരയ്ക്കാനായിട്ട്. ജസ്റ്റ് 2 സെക്ഷനിലായിട്ട് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞിട്ട്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പണമായിട്ട് ഇൻ ടേംസ് ഓഫ് മോണിറ്ററി ഫോം നമുക്ക് ക്യാഷ് രൂപത്തിൽ കിട്ടുന്നത് ഏതൊക്കെയാണ്? പേ ആൻഡ് അലവൻസ്, കമ്മീഷൻ, ബോണസ്. പേ ആൻഡ് അലവൻസ് എന്ന് പറയുമ്പോൾ മന്ത്ലി സാലറി, ഇയർ ആൻഡ് അലവൻസ് ഒക്കെയാണ്. കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മിനിമം വേജിനേക്കാൾ കൂടുതൽ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതിനാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. ബോണസ് എന്ന് പറയുമ്പോൾ വേജസിൻ്റെ സാലറിനെങ്കിലും ഓവർ ആൻഡ് എബോവ് ആയിട്ട് നമുക്ക് ഓഫർ ചെയ്യുന്ന എമൗണ്ട് ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഇത്ര പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കിട്ടിയാൽ ഒരു ഭാഗം കൊടുക്കുന്നതാണ് പ്രോഫിറ്റ് ഷെയറിംഗ്. കോ പാർട്ട്ണർഷിപ്പ് ഓഫ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന് കമ്പനിയുടെ ഷെയർസ് വാങ്ങാനുള്ള ഒരു ചാൻസ്. നല്ല വർക്ക് ചെയ്യുന്നവർക്ക് കമ്പനിയുടെ ഷെയർ വേണമെങ്കിൽ എടുക്കാം, അത് ഇത്ര വാല്യൂ അല്ല, നിങ്ങൾക്ക് വാല്യൂ കുറച്ച് തരാം. അതാണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും പെൻഷനും അതുപോലെ PF-ഉം ഗ്രാറ്റുവിറ്റി, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒക്കെ തരുന്നതിനാണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. പെർക്വിസിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അലവൻസസ് സച്ച് ആസ് ഹൗസിങ്, എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻസ്, അങ്ങനെയുള്ള മെഡിക്കൽ ഹെൽത്ത് കെയർ, അതൊക്കെ നമുക്ക് സെപ്പറേറ്റ്. ഇതൊക്കെ നമുക്ക് ഈ പെർക്വിസിറ്റ്സും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും ഒക്കെ നമ്മുടെ സാലറിയുടെ പുറത്ത്, വർക്കിൻ്റെ പുറത്ത് കിട്ടുന്നതാണ്. ഇതെല്ലാം മോണിറ്ററി ടേംസ് ആണ്. മോണിറ്ററി ടേംസ് ഏതൊക്കെയാണ് പറഞ്ഞത്? ബേസിക് പേ ആൻഡ് അലവൻസസ്, കമ്മീഷൻ, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, കോ പാർട്ട്ണർഷിപ്പ്, റിട്ടയർമെൻറ്റ് ആൻഡ് പെർക്വിസിറ്റ്സ്. പെർക്വിസിറ്റ്സ് സെപ്പറേറ്റ് പഠിച്ചോളൂ കേട്ടോ. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് വെച്ചാൽ മോണിറ്ററി ടേംസ് അല്ല, നോൺ മോണിറ്ററി ടേംസ് ആണ്.
നമുക്ക് മണി വാല്യൂ ആയിട്ട് അളന്ന് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഇതും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഭാഗം തന്നെയാണ്. ദെൻ ഒന്നാമത്തെ സ്റ്റാറ്റസ്, നമുക്ക് നല്ല സ്റ്റാറ്റസ് കൊടുക്കും. ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അയാൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മുന്നിൽ നല്ല സ്റ്റാറ്റസ് കൊടുക്കുകയാണ് അല്ലേ. ദെൻ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, വർക്കേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഗുഡ് ഫെസിലിറ്റീസ് കൊടുക്കുക. കരിയർ അഡ്വാൻസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് അവരുടെ കരിയർ ഇംപ്രൂവ് ചെയ്യാനുള്ള എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക. ജോബ് എൻറിച്ച്മെൻറ്റ് വെച്ചാൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ അവരെ ചലഞ്ചിങ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് കൊണ്ടുവരാം. അപ്പോൾ അവർക്ക് ഒന്നും കൂടി ജോബിൽ വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ നല്ല രീതിയിൽ ചലഞ്ച്, ഇത് നിങ്ങൾക്കൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ പറയും. അപ്പോൾ നമുക്കതൊരു മോട്ടിവേഷനാണ്. അതാണ് ജോബ് എൻറിച്ച്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റ് റെക്കഗ്നീഷൻ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ നല്ല ഗുഡ് പെർഫോമൻസ് കിട്ടിയിട്ടുള്ളവരെ നോട്ടീസ് ബോർഡിൽ അവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതായത് അപ്പോൾ അവർക്ക് അച്ചീവ്മെൻ്റ് ആണ്, ഇന്ന ആൾ കഴിഞ്ഞ പ്രാവശ്യം ഇന്നൊരു അവാർഡ് കിട്ടിയപ്പോൾ ഒരു അവാർഡ് കൊടുക്കുക. അല്ലെങ്കിൽ നോട്ടീസ് ബോർഡിൽ നല്ലൊരു എന്താ പറയുക, ഈ മന്തിൽ വർക്കേഴ്സ് ഓഫ് ദി മന്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കില്ലേ, അതാണ് എംപ്ലോയി റെക്കഗ്നീഷൻ. അപ്പോൾ അവരെ റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പ്രോഗ്രാംസുകൾ സെറ്റ് ചെയ്യാം. ദെൻ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, അതായത് മാനേജ്മെൻറ്റിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക. അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യും, വർക്ക് ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ മോണിറ്ററി ടേംസിലും നോൺ മോണിറ്ററി ടേംസിലും നമ്മൾ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, രണ്ടിലും ഒരു 5 പോയിന്റുകൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. ദെൻ നമ്മൾ പഠിക്കേണ്ടത് ലീഡർഷിപ്പിലേക്ക് വരാം. ലീഡർഷിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് എംപ്ലോയീസ് അല്ലേ. ലീഡേഴ്സിനെ ആലോചിക്കുക, ഒരാൾ ഇങ്ങനെ എടുക്കുകയാണ്, നിങ്ങളെ ഫ്രണ്ട്സ് ഒന്നും പഠിക്കുന്നില്ല, നല്ല രീതിയിൽ സ്ലീപ്പി ലേസി ആയിട്ട് എടുക്കുമ്പോൾ ലീഡേഴ്സ് ആരെങ്കിലും വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഇന്നത് പഠിച്ചു, എനിക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ ബിഹേവിയറെ ഇൻഫ്ലുവൻസ് ചെയ്ത് കുത്തിപ്പൊക്കി പിടിച്ചു കൊണ്ടുവരിക, അതവരാണ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡേഴ്സ്. ഇതിൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മതിയാവും. എത്ര ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമല്ല. ദെൻ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ സ്കിപ്പിംഗ് ആണ് എങ്കിലും ചിലപ്പോൾ നമുക്ക് എക്സാമിന് വരാറുണ്ട്. നിങ്ങൾ ആലോചിക്കുക, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, മോട്ടിവേഷൻ സ്കില്ല്, ഓണസ്റ്റി, ഇനീഷ്യേറ്റീവ്, നോളജ് എല്ലാം ഉണ്ടായിരിക്കണം. അപ്പോൾ ലീഡർഷിപ്പിൽ ജസ്റ്റ് അത് എന്താണെന്നും സൂപ്പർവിഷൻ പഠിച്ച പോലെ 2 ടോപ്പിക് തന്നെയാണ് ലീഡർഷിപ്പിലും പഠിക്കാനായിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇനി അടുത്തേക്ക് വരുമ്പോൾ ലീഡർഷിപ്പ് സ്റ്റൈൽസ് നോക്കണം. 3 സ്റ്റൈലുകളാണ്: ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക് ആൻഡ് ലേസീസ്. ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർഡറും, അതായത് ഈ ലീഡർഷിപ്പിലുള്ളത് നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിരിക്കും. നമുക്ക് ഓർഡർ കൊടുക്കാം, എക്സ്പേർട്ട് ആയിട്ട് അവരെ ഒബേ റൂൾസ്. ഞാൻ പറയുന്നത് തന്നെ നിങ്ങളിതിൽ 1 വേ ഉണ്ടാവുള്ളൂ. ലീഡർ പറയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കാൻ പാടുള്ളൂ. സബോർഡിനേറ്റ്സിൻ്റെ ഒപ്പീനിയൻസ് ഒന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. ഡെമോക്രാറ്റിക്കിലേക്ക് വരുമ്പോൾ ഇത് നല്ലൊരു സ്റ്റൈലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഡറിനെ സബോർഡിനേറ്റിനെ എൻകറേജ് ചെയ്യാം, അവരുടെ ഒപ്പീനിയൻസ് അറിയാം, നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്ത് പോകാം. അതാണ് ഡെമോക്രാറ്റിക്. ലേസി ഫ്രീ ഫ്രെയിം എന്ന് പറയുമ്പോൾ അത് നല്ലതൊന്നുമല്ല. സബോർഡിനേറ്റ്സിന് ഇഷ്ടമുള്ള പോലെ ഫുൾ ഫ്രീഡം കൊടുക്കുകയാണ്, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ റിസൾട്ട് അവിടെ കിട്ടില്ല. അപ്പോൾ ഈ 3 എണ്ണത്തിലും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ആണ്. ഇതും കൂടി പഠിച്ചാൽ ലീഡർഷിപ്പ് അവിടെ കംപ്ലീറ്റ് ആയി. ദെൻ നമ്മൾ കമ്മ്യൂണിക്കേഷനിലേക്ക് വരാം. കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ടോപ്പിക്കുകൾ അവിടെ കവർ ചെയ്യാനുണ്ട്. 8 മാർക്കാണ് കംപ്ലീറ്റ് പോർഷനിൽ വരാറ്. ഓക്കെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ജസ്റ്റ് അറിയാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ, ഫീലിങ്സ്, ഒപ്പീനിയൻസ്, ഇമോഷൻസ് അല്ലേ, 2 or more പേഴ്സൺ, നമ്മളും ചിലപ്പോൾ സബോർഡിനേറ്റും സുപ്പീരിയർ ആവാം, 2 പേരും തമ്മിലുള്ള ആ ഒരു ഐഡിയാസ് എല്ലാം എക്സ്പ്രസ് ചെയ്യുക. വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് എലമെൻറ്റ്സ് ഉണ്ട്. എലമെൻറ്റ്സ് ഇമ്പോർട്ടൻസ് ആണ്. എന്താണ്, സെൻഡർ ഉണ്ട്, മെസ്സേജ് ഉണ്ട്, എൻകോഡിങ്, മീഡിയ, ഡീകോഡിങ്, റിസീവർ, ഫീഡ്ബാക്ക്, നോയ്സ്. നമ്മളിത് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എക്സ്പ്ലനേഷൻ ഇതേപോലെ നിങ്ങൾ പഠിക്കുക ഓരോന്നും. 8 മാർക്കിന് കഴിഞ്ഞ വർഷത്തെ കുട്ടികളോട് ചോദിച്ചതാണ്. അപ്പോൾ ഈ വർഷം നിങ്ങളോട് ചോദിക്കില്ല എന്നല്ല, ചിലപ്പോൾ 4 മാർക്ക് 5 മാർക്കിലേക്ക് ഇത് പോവാം. ഓക്കെ. ഇമ്പോർട്ടൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറില്ല. നമുക്ക് പിന്നീട് ഇവിടെ വരാറുള്ളത് ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷനും അതിൻ്റെ നെറ്റ്വർക്കുകളും പഠിക്കാം. അതേപോലെ തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിൻ്റെ നെറ്റ്വർക്കുകൾ പഠിക്കാം. ഇത് ക്ലബ് ചെയ്ത് പഠിക്കാം. ചിലപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് മാത്രമായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇൻഫോർമലും ഫോർമലും ഡിഫറൻസ് ആയിട്ടും ചോദിക്കും. രണ്ടും നമുക്ക് കിട്ടിയിരിക്കണം. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ഒന്നുകൂടി നന്നായി നോക്കണം. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇപ്പോൾ ഇതിലിതാ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞ് 2 ടൈപ്പ് ഉണ്ട്. വെർട്ടിക്കലി ഉണ്ട്, ഹൊറിസോണ്ടലി ഉണ്ട്. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ അപ്വേർഡ് ആൻഡ് ഫോർവേഡ് ഉണ്ട്.
ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ അപ്വേർഡും ഫോർവേഡും ഇല്ല. ദെൻ നമുക്കിവിടെ പിന്നീട് പഠിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളാണ്. 5 ടൈപ്പ് ഉണ്ട്. അത് ഇതേപോലെ വരച്ച് വെച്ച് പഠിക്കണം. സിംഗിൾ ചെയിൻ ഉണ്ട്, വീലുണ്ട്, സർക്കുലർ ഉണ്ട്, ഫ്രീ ഫ്ലോ ഉണ്ട്, ഇൻവേർട്ടഡ് വി ഉണ്ട്. സിംഗിൾ ചെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും നമ്മളിങ്ങനെ ലൈൻ ഓഫ് കമാൻഡ് പോവുകയാണ്, ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്ലോ ഇപ്പോൾ എക്ക് ബിനോട് സംസാരിക്കാം, ബിക്ക് സിനോടും എനോടും സംസാരിക്കാം, പക്ഷെ ഡിയോട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ രണ്ടറ്റത്തുള്ള ആൾക്കാരോട് ഇങ്ങനെ പോകുന്നതാണ് സിംഗിൾ ചെയിൻ. വീൽ എന്ന് പറയുമ്പോൾ സെൻട്രലി ഒരു സുപ്പീരിയർ ഉണ്ടാവും, അതിന് ചുറ്റും സബോർഡിനേറ്റ്സ് ആണ് ഉണ്ടാവുക. പക്ഷേ സബോർഡിനേറ്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമല്ല, കണ്ടില്ല, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പാടില്ല. സർക്കുലർ എന്ന് പറയുമ്പോൾ അഡ്ജോയിനിങ് 2 പേഴ്സൺ, ഇപ്പോൾ എക്ക് ബിനോടും ഇനോടും അല്ലാതെ വേറെ ആരോടും അവിടെ കോൺടാക്ട് ചെയ്യാൻ പാടില്ല. ഫ്രീ ഫ്ലോ എന്ന് പറയുമ്പോൾ ആരോട് വേണമെങ്കിലും ഒഫീഷ്യലായി നമുക്ക് കോൺടാക്ട് ചെയ്യാം. എക്ക് ബിയോടും ഡിയോടും ഇയോടും സിയോടും ഒക്കെ കോൺടാക്ട് ചെയ്യാം, സിക്കും അതേപോലെ എല്ലാവരോടും കോൺടാക്ട് ചെയ്യാം. ഇൻവേർട്ടഡ് വി എന്ന് പറയുമ്പോൾ സുപ്പീരിയേഴ്സ് ഉണ്ടാവും, 2 സുപ്പീരിയേഴ്സ് ഉണ്ടാവും. ഇവിടെ സി ഡി എന്ന് പറയുന്നത് 2 സുപ്പീരിയേഴ്സ് ആണ്, എയും ബിയും നമ്മുടെ സബോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ എക്കും ബിക്കും സുപ്പീരിയേഴ്സ് ആയ 2 പേരോടും കണക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ എയും ബിയും തമ്മിൽ ഒരു ബന്ധമല്ല, കാരണം അവർ സബോർഡിനേറ്റ്സ് ആണ്, അവർ തമ്മിലുള്ള കോൺടാക്റ്റും പാടില്ല. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ്. ഇൻഫോർമൽ വേറെയാണ് കേട്ടോ. ദെൻ ഇൻഫോർമൽ എന്താണെന്ന് പഠിക്കുക. അത് സ്പോണ്ടേനിയസ്ലി സോഷ്യൽ ഇന്ററാക്ഷൻ വഴി വരുന്ന കമ്മ്യൂണിക്കേഷൻ ത്രൂ ആണ്. നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ എങ്ങനെ സംസാരിക്കുന്നത് അതേപോലെയാണ് ഇൻഫോർമൽ വരുന്നത്. അതിൻ്റെ ടൈപ്പ് ഇതിനേക്കാൾ കുറച്ചും കൂടി ടഫാണ്, നമ്മൾ വരയ്ക്കാനും ബുദ്ധിമുട്ടുണ്ട്. സിംഗിൾ സ്റ്റാൻഡ് ഉണ്ട്, ഗോസിപ്പ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്, ക്ലസ്റ്റർ ഉണ്ട്. ഓരോന്നും വരച്ച് വെക്കണം. അതിൽ വിശ്വാസമുള്ളവരോട് പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഓരോ രീതിയിൽക്കും ഒരു ഡിഫറെൻറ്റ് നെയിമാണ്. അപ്പോൾ ഇതേപോലെ വരച്ച് വെച്ച് നെയിം കൊടുത്താലും മാർക്ക് കിട്ടും. ഓക്കെ. ദെൻ പിന്നീട് നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ എന്നാണ് മീനിങ് വരിക. കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴുള്ള 4 തരം തടസ്സങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമെൻറ്റിക്, ഓർഗനൈസേഷണൽ, പേഴ്സണൽ ആൻഡ് സൈക്കോളജിക്കൽ. സിമെൻറ്റിക് എന്ന് പറയുമ്പോൾ ഒബ്സ്ട്രക്ഷൻസ് ആണ്. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഡീകോഡ് ചെയ്യുമ്പോഴോ എൻകോഡ് ചെയ്യുമ്പോഴോ വരുന്ന തടസ്സങ്ങൾ. അതിൽ എക്സ്പ്രസ് ചെയ്യുന്നത്, ബാഡ്ലി എക്സ്പ്രസ് ചെയ്യാൻ മെസ്സേജുകൾ, സിമ്പിൾസ് യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മീനിങ്സിലാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. ഫോൾട്ടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വ്യത്യാസം വരാം. ടെക്നിക്കൽ ജാർഗൺ, അതായത് നമ്മൾക്ക് പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ത്രൂ നെറ്റ്വർക്ക് ഇഷ്യൂ. എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ, നെറ്റ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ബ്ലറായിട്ടും അതുപോലെ തന്നെ സ്റ്റെക്കായിട്ടും വേർഡ്സുകൾ മുറിഞ്ഞു പോവാം. ടെക്നിക്കൽ ജാർഗൺ. ഇത് 4 സിമെൻറ്റിക്കലി വരിക. ദെൻ സൈക്കോളജിക്കൽ എന്ന് വരുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമോഷണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള തടസ്സങ്ങൾ, അതായത് പ്രീ മെച്യൂർ വാല്യുവേഷൻ, പറഞ്ഞത് മീനിങ് ആയിട്ട് മനസ്സിലാവാതിരിക്കുക, ലാക്ക് ഓഫ് അറ്റൻഷൻ, റിസീവ് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കാതെ വരുന്ന ബുദ്ധിമുട്ടുകൾ വരാം, ലോസ് ബൈ ട്രാൻസ്മിഷൻ ആൻഡ് പൂവർ റിട്ടൻഷൻ, അതായത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ വരുന്നുള്ള പ്രശ്നങ്ങൾ, ഡിസ്ട്രസ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റർക്കോ കമ്മ്യൂണിക്കേറ്റിക്കോ എന്തെങ്കിലും അതായത് നമുക്ക് സ്ട്രെസ് എന്തെങ്കിലും വന്നിട്ട് നമുക്ക് 2 പേരും ഓക്കെ ആവാതിരിക്കുക, അതാണ് ഡിസ്ട്രസ്. ഇത് 4 നമുക്ക് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പോളിസിയോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ റിജിഡ് റൂളോ മാനേജ്മെൻറ്റ് ശരിയല്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റാതെ വരാം. അതായത് ഓർഗനൈസേഷൻ പോളിസി കോംപ്ലക്സ് ആവാം, റൂൾസും റെഗുലേഷൻസും സ്ട്രിക്റ്റ് ആവാം, സ്റ്റാറ്റസ് ഡിഫറെൻ്റ് ആവാം. ദെൻ കോംപ്ലക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, മാനേജർ ലെവലുകളും അതായത് ലോവർ ലെവലും തമ്മിലുള്ള സ്ട്രക്ചർ വ്യത്യാസം വരാം. ഇതിലുള്ള 4 പ്രശ്നങ്ങൾ മൂലം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ വരാം. ദെൻ പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ പേഴ്സണൽ ഇഷ്യൂസ് ആണ്. ഫിയർ ഓഫ് ചലഞ്ച് ഓഫ് അതോറിറ്റി, നമുക്ക് ഭയം, അതായത് നമ്മളോട് പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് നമ്മൾ സുപ്പീരിയേഴ്സിനോട് നമ്മൾ കോൺടാക്ട് ചെയ്യാതിരിക്കാം. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, നമ്മളെ പറ്റി നമുക്ക് തന്നെ വിശ്വാസമില്ലാതിരിക്കാം. ലാക്ക് ഓഫ് ഇൻസെൻറ്റീവ്സ്, സ്ട്രെസ്, അങ്ങനെ പല. ഇതിപ്പോൾ 3 പോയിന്റ് ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പിന്നെയും 4-5 പോയിന്റുകളുണ്ട്, ഇതിലും 3 പോയിന്റ് ഉണ്ട്. ഇത് നമുക്ക് 8 മാർക്കിന് ചോദിക്കുകയാണ് എങ്കിൽ എല്ലാ 4 എണ്ണം നിങ്ങൾ ഇതേപോലെ വരച്ച് 4 എണ്ണത്തിലും ഒരു 3 എണ്ണെങ്കിലും മിനിമം പഠിച്ചിരിക്കണം. സിമെൻറ്റിക്സിലും ഓർഗനൈസേഷനും പേഴ്സണലും സൈക്കോളജിയിലും 3 നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം, എങ്കിലേ നമുക്ക് ആ 8 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ദെൻ നമ്മൾ ഇൻഫോർമലും ഫോർമലും തമ്മിൽ ഡിഫറൻസ് പഠിക്കുക. ഇൻഫോർമൽ എന്ന് വെച്ചാൽ എന്താണ്, എന്താ പറയുക, സോഷ്യലി നെറ്റ്വർക്കാണ്. അവിടെ ഫ്ലെക്സിബിൾ ആയിരിക്കും, മാനേജേഴ്സിനൊക്കെ മെസ്സേജ് നമുക്ക് ഫ്രീ ആയിട്ട് പറയാം, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫോർമൽ. ഇതിൽ 4 പോയിന്റുകൾ നിങ്ങൾ ടെക്സ്റ്റ് വൈസ് പഠിക്കാം. ഇത് പാർട്ട് 1 ആക്കാം. നമുക്ക് പാർട്ട് 2 നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് നമുക്ക് ഡയറക്റ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ലെങ്തി ആണ് വീഡിയോ. നമുക്ക് ഇത് മാർക്കറ്റിങ്ങിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടി നല്ല ലെങ്തി ആവും.
സോ നമുക്കിത് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് പാർട്ടിലായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.